ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ദൈവം എന്ന വിഷയമാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, യേശുക്രിസ്തുവിനെ ആരെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്? ശിമോൻ പത്രോസിന് മറുപടി പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നതിലൂടെ അവിടെ അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം എന്നുള്ളത് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. 3-ാമത്തെ വാക്യം, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം ഇവിടെ കൽപ്പന കൊടുക്കുകയാണ്. അതിൽ വളരെ പ്രധാനമായിട്ട് ദൈവം കൊടുക്കുന്ന കൽപ്പനയാണ്, അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അതായത് വേറെ ഒരു ദൈവവും ഉണ്ടാകരുതെന്ന് ഇസ്രായേൽ ജനത്തിനോട് ദൈവം കൽപ്പന കൊടുക്കുകയാണ്. അതായത് ഇസ്രായേൽ സമൂഹം വിഗ്രഹാരാധന ചെയ്യുന്നവരല്ല. ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുതെന്നും അതിനെ നമസ്കരിക്കരുതെന്നും സേവിക്കരുതെന്നും വ്യക്തമായ കൽപ്പന ഇസ്രായേൽ ജനത്തിനുണ്ട്. ആ ഇസ്രായേൽ സമൂഹത്തിൽ
പിറന്ന ദൈവപുത്രനായ യേശുക്രിസ്തു ആണ് ഇവിടെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, അവിടുന്ന് ആരാണെന്നാണ് ശിഷ്യന്മാർ പറയുന്നത്? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതിലൂടെ അർത്ഥമാക്കുന്നത് യേശുക്രിസ്തു സാക്ഷാൽ ദൈവം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബഹുദൈവ വിശ്വാസവും അത്തരത്തിൽ ആരാധനയുമുള്ള സമൂഹങ്ങളിൽ ഇത് ഒരു വലിയ പ്രശ്നമല്ല. എന്നാൽ ഏകദൈവ വിശ്വാസവും അത്തരത്തിൽ ആരാധനയുമുള്ള യഹൂദന് അവരിൽ ഒരാളായി കൂടെ നടക്കുന്ന യേശുക്രിസ്തുവിനെ ദൈവമെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ മാനുഷികമായ എല്ലാ വിശകലനങ്ങൾക്കും എല്ലാ കാഴ്ചപ്പാടുകൾക്കും ധാരണകൾക്കും ഉപരിയായി ദൈവിക വെളിപ്പാട് ലഭിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. അതായത് ദൈവം തന്നെ തുറന്നുകൊടുത്തല്ലാതെ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള വെളിപ്പാട് ഒരു മനുഷ്യന് ലഭിക്കുകയില്ല. വിശേഷാൽ ഒരു യഹൂദന്, ഒരു ഇസ്രായേൽ പൗരന് ഒരിക്കലും അത് അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഉൾക്കൊള്ളാനും കഴിയുകയില്ല. ഇവിടെയാണ് യേശുക്രിസ്തു ദൈവം എന്നുള്ള വിഷയം നമ്മൾ പരിശോധിക്കുന്നത്. ഓർക്കണം, ഇത് ദൈവകൃപയിലല്ലാതെ യേശുക്രിസ്തുവുള്ള ദൈവത്വം മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിയിൽ ഒരാൾക്കും സാധിക്കുകയില്ല. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? യേശുക്രിസ്തു ചോദിക്കുകയാണ്. അവിടുന്ന് ആത്മീയ മർമ്മങ്ങളെ പൊരുൾതിരിച്ചു കൊടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ബുദ്ധിമുട്ടുള്ള സമൂഹത്തോട് യേശുക്രിസ്തു ചോദിക്കുന്നു, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടെന്ന നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ളത് നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ അത് വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. അവിടെ തന്നെ മറ്റൊരു പരിമിതി നമുക്ക് ഈ വിഷയത്തിലുണ്ട്. യെശയ്യാപ്രവചനം 40-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. യെശയ്യാപ്രവചനം 40-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. യെശയ്യാവ് 40:25. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. ഇവിടെ ദൈവം ചോദിക്കുകയാണ്, ഈ ദൈവത്തെ ആരോടെങ്കിലും സദൃശമാക്കാൻ നമുക്ക് സാധ്യമാകുമോ? ഒരിക്കലുമില്ല. ആരോടെങ്കിലും തുല്യനാക്കാൻ നമുക്ക് സാധിക്കുമോ? അതും സാധ്യമല്ല.
അപ്പോൾ അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയം പരിശുദ്ധാത്മാവിൽ നമുക്ക് ഗ്രഹിച്ച് കിട്ടേണ്ടതിൻ്റെ ആവശ്യകത. നമുക്കറിയാം, സൂര്യൻ നമുക്ക് ദൃശ്യമാകുന്നത് സൂര്യൻ തന്നെ നമുക്ക് പ്രദർശിപ്പിക്കുമ്പോഴാണ്. അതായത് സൂര്യരശ്മി നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോൾ ആ കണ്ണിലെ ചെറിയ ഞരമ്പുകൾ വഴി ആ സന്ദേശം തലച്ചോറിലെത്തുകയും അവിടെ നിന്ന് തലച്ചോറ് അതിനെ പൊരുളുതിരിച്ച് അത് സൂര്യനാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് എന്നറിയിക്കുമ്പോഴാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ ദൈവവും അവിടുന്ന് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരാതെ, വെളിപ്പെടുത്തി തരാതെ നമുക്ക് ദൈവത്തെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. വിശേഷാൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വെളിപ്പെട്ട് വന്ന യേശുക്രിസ്തു സാക്ഷാൽ ദൈവമെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് സ്വർഗീയ വെളിപ്പാടിനാൽ മാത്രമേ സാധ്യമാകൂ. അപ്പോൾ ഇവിടെ തിരുവെഴുത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പിതാവായ ദൈവമുണ്ട്, പുത്രനായ യേശുക്രിസ്തുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഈ മൂന്ന് ആളത്വങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതേസമയം പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ ദൈവം ഏകനാണ്. അപ്പോൾ ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് മൂന്നാളത്വമുണ്ട്. ഈ മൂന്ന് ആളത്വം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ആളത്വങ്ങളും അസ്തിത്വത്തിൽ ഒന്നാണ്. ഒരേ അധികാരം, ഒരേ വിശുദ്ധി, ഒരേ പ്രാപ്തി. അതായത് ഏറ്റക്കുറച്ചിലില്ല, എന്നാൽ അതേസമയം മൂന്നാളത്വമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതും കേവലം മനുഷ്യനുള്ള ബന്ധത്തിൽ മാത്രമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അസ്തിത്വത്തിൽ ഒന്നാണ്, എന്നാൽ ആളത്വത്തിൽ മൂന്നാണ്. അവിടെ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവരുടെ സ്ഥാനങ്ങൾക്ക് ഏറ്റക്കുറച്ചിലില്ല. അവർ പദവിയിലും എല്ലാം തുല്യമായി അവർ വിരാജിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സന്ദേഹം വരാൻ സാധ്യതയുണ്ട്. മൂന്നാളത്വമായിരിക്കുമ്പോൾ അസ്തിത്വം എങ്ങനെയാണ് ഒന്നാകുന്നത്? നാം നേരത്തെ പറഞ്ഞ പരിമിതി നമുക്കിവിടെ ഉണ്ട്. ദൈവത്തെ നമുക്ക് ഒന്നിനോടും സദൃശ്യമാക്കാനോ തുല്യനാക്കാനോ കഴിയില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് മൂന്ന് വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്ന് ഒന്നായി നിൽക്കുന്ന അനുഭവം നമുക്ക് പലതിലും കാണാൻ കഴിയും. അത് നമ്മൾ ഈ വിഷയവുമായിട്ട് ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി നാം ആ കാര്യങ്ങളിൽ ചിന്തിക്കുന്നത് മാത്രം. ഉദാഹരണമായിട്ട് മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയാൽ മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന ആരോഗ്യമുള്ള ഈ ശരീരം, ഇതാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒക്കെ ഉറവിടമായ ദേഹി നമുക്കുണ്ട്. ആ ദേഹിയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ജീവനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, എന്നാൽ നാം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല,
എന്നാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നത് മനസാക്ഷിയിലൂടെയാണ്. ആത്മാവാണ് മനസാക്ഷി ഉണർത്തുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ ദൈവ ഇഷ്ടത്തിന് വിരോധമായ ഒരു കാര്യങ്ങളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നീങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ തടയുന്നത്, ബുദ്ധി ഉപദേശിക്കുന്നത് മനസാക്ഷിയിലൂടെ ഈ ആത്മാവാണ്. ആ ആത്മാവിനെ പൂരിതമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഓർക്കണം, മനുഷ്യന് ശരീരമുണ്ട്, അതായത് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഇത് മൂന്നൂടെ ചേരുന്നതാണ് മനുഷ്യൻ. എന്നാൽ ഇത് മൂന്നിനെയും നമുക്കായിട്ട് വേർപിരിക്കാൻ കഴിയുകയുമില്ല. മനുഷ്യൻ്റെ യാതൊരു പ്രയത്നം കൊണ്ടോ കഴിവുകൊണ്ടോ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും വേർപിരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ദൈവവചനത്തിന് ഇതിനെ മൂന്നിനെയും വേർപെടുത്തി നിർത്താൻ കഴിയുമെന്നുള്ളത് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഓർക്കണം, നമ്മളോട് ചിന്തിച്ചു വരുന്നത് ദേഹവും ദേഹിയും ആത്മാവും കൂടെ ചേരുന്നതാണ് മനുഷ്യൻ. മൂന്നും കൂടി ചേർന്ന് നിൽക്കുകയാണ്. ദൈവത്തിനല്ലാതെ മാനുഷികമായ യാതൊന്നുകൊണ്ടും വിഭജിക്കാൻ കഴിയാതെ വണ്ണം ദേഹവും ദേഹിയും ആത്മാവും കൂടെ ചേർന്ന് നിൽക്കുന്നു. അതേപോലെ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളും, കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും ഒക്കെ വ്യത്യസ്തമായ മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകം തന്മാത്രയാണ്. തന്മാത്രകളെന്ന് പറയുന്നത് ആറ്റങ്ങൾ ചേരുന്നതാണ്. വ്യത്യസ്തമായ മൂലകങ്ങളുടെ, പദാർത്ഥങ്ങളുടെ കണികകൾ ചേർന്നാണ് തന്മാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തന്മാത്രയ്ക്ക് അതിൻ്റെതായ ഘടനയുണ്ട്, അതിൻ്റെതായ വ്യത്യസ്തമായ തിരിച്ചറിയാൻ കഴിയുന്ന ഗുണഗണങ്ങളുണ്ട്. എന്നാൽ ഈ തന്മാത്ര അത് ചേർന്ന് വരുന്നത് മൂലകങ്ങൾ പല ചേർന്നുണ്ട്, ആറ്റങ്ങളെന്ന് പറയും. എന്നാൽ നമുക്ക് ഒരു നഗ്നനേത്രം കൊണ്ട് ഈ ആറ്റങ്ങളെ കാണാൻ കഴിയത്തില്ല. നമുക്കായിട്ട് മാനുഷികമായ മറ്റൊരു ഉപകരണത്തിൻ്റെ സഹായം കൂടാതെ തന്നെ നമുക്ക് വേർപിരിക്കാനും കഴിയുകയില്ല. എന്നാൽ ഇതെല്ലാം പ്രപഞ്ചത്തിൽ എന്ത് ചെയ്തിരിക്കുക? ഒരേപോലെ യോജിച്ച് നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ഹൈഡ്രജനും ഓക്സിജനോട് ചേരുന്നതാണ് വെള്ളം. ഹൈഡ്രജനെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്തി നോക്കിയാൽ അത് കത്തുന്ന വാതകമാണ്. ഓക്സിജനാണെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അങ്ങനെ കത്തുന്ന ഹൈഡ്രജനെയും കത്താൻ സഹായിക്കുന്ന ഓക്സിജനെയും കൂടെ ചേർത്ത് ദൈവം എന്താക്കിയിരിക്കുക? തീയെ കെടുത്താൻ ഉപയോഗിക്കുന്ന, ദാഹം ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന വെള്ളമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ രണ്ട് ഘടകങ്ങളെ, അതായത് വൈരുദ്ധ്യമായ ഗുണങ്ങളുള്ള രണ്ട് ഘടകങ്ങളെ ദൈവം അതിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. സോഡിയം എന്ന് പറയുന്ന മൂലകവും ക്ലോറിൻ എന്ന് പറയുന്ന മൂലകവും ചേരുന്നത്. സോഡിയം അതിൽ തന്നെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു മൂലകമാണ്. ക്ലോറിൻ അതും അത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിനെ രണ്ടും കൂടെ ചേർത്ത് മനുഷ്യന് രുചി വരുത്തുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ഗുണഗണങ്ങളുള്ള ഉപ്പാക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചു വരുന്നത്, ഈ പ്രപഞ്ചത്തിൽ തന്നെ നോക്കുമ്പോൾ വ്യത്യസ്തമായ ഘടകങ്ങളെ അതിൻ്റേതായ നിലയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരവിരുത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ആറ്റങ്ങളെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് തന്നെ 3 വ്യത്യസ്തമായ ഘടകങ്ങളുണ്ട്: ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോണിന് തന്നെ അതിൻ്റെതായ ഘടന, പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒക്കെ അതിൻ്റെതായ ഘടനകളുണ്ട്. എന്നാൽ ഇതിനെ വ്യത്യസ്തമായ നിലവാരത്തിൽ ചേർത്ത് ഒരാറ്റമാക്കി അതിനെ ആ നിലയിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്നത്, ഈ പ്രപഞ്ചത്തിൽ തന്നെ നോക്കുമ്പോൾ ആറ്റം എന്ന് പറയുന്ന ഒന്നാണ്. എന്നാൽ ഈ ആറ്റത്തെ വിഭജിക്കുമ്പോൾ
ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കിട്ടും. അതും അതിൽ തന്നെ തനതായ ഗുണങ്ങളുള്ള ഘടകങ്ങളാണ്. എന്നാൽ അതിനെയെല്ലാം കൂടെ ചേർത്ത് ഒരാറ്റമാക്കി ആക്കിയിരിക്കുന്നു. അതേപോലെ പല ആറ്റങ്ങളെ ചേർന്ന് വ്യത്യസ്തമായ മൂലകങ്ങളുടെ ആറ്റങ്ങളെ ചേർത്ത് തന്മാത്ര ഉണ്ടാകുന്നു. അതിനും അതിൻ്റെതായ പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെതായ ഗുണഗണങ്ങളുണ്ട്. എന്നാൽ ഇത് മൂന്നും വ്യത്യസ്തമാണ്. ഇത് വ്യത്യസ്തമായ അളവിൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചേർക്കപ്പെടുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം, പ്രപഞ്ചത്തിൽ തന്നെ നമുക്കറിയാം നമ്മുടെ കഴിവിനും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ സാധ്യതകൾക്കും അപ്പുറമായിട്ട് ദൈവം ഇത്തരത്തിൽ കൂട്ടി യോജിപ്പിച്ചാണ് പലതിനെയും ഈ പ്രപഞ്ചത്തിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയത്തിൽ ദൈവം ഏകനായിരിക്കുന്നു അസ്തിത്വത്തിൽ, അതേസമയം ആളത്വത്തിൽ മൂന്നായിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു മനുഷ്യരൂപമെടുത്തു വന്ന ദൈവം, അതിനെക്കുറിച്ച് പടിപടിയായ ചില വെളിപ്പെടുത്തലുകൾ ദൈവജനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ തോട്ടമായ ഏദൻ തോട്ടത്തിലായിരുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ, കൽപ്പനയെ ഒക്കെ മറികടന്ന് പിശാചിൻ്റെ ആ കെണിയിൽപ്പെട്ട് അവൻ പാപത്തിൻ്റെ അടിമത്വത്തിലാകുന്നു, തേജസ് നഷ്ടപ്പെടുന്നു. അതിനുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ആ പ്രവചനം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഒന്നുകൂടി അതിനെ വിശദമാക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ ഉൽപ്പത്തി 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞു. എന്നാൽ യെശയ്യാവ് 7:14 അതൊരു കന്യകയായിരിക്കുമെന്നും ആ കന്യകയിൽ നിന്ന് പ്രജ ഉളവാകുമെന്നും അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്നും പറയുന്നു. ആ പ്രജ ആരാണെന്ന് യെശയ്യാവ് 9:6 നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാവ് 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു ആ ശിശു ആരാണ്. ആ ശിശു അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനപ്രഭുവാണ്. അപ്പോൾ സാക്ഷാൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ ഒരു ശിശു നമുക്ക് വേണ്ടി നൽകപ്പെടുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യം നമ്മൾ കാണുന്നുണ്ട്.
മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 20 മുതൽ 22. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനും 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം ഇവിടെ ഇതാ കന്യകയായ മറിയയിലൂടെ നിവൃത്തിയിലേക്ക് വരികയാണ്. ആ മറിയയെ ഉപേക്ഷിക്കരുതെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ആലോചന യോസഫിന് ഇവിടെ ദൂതൻ കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കണമേ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തെക്കുറിച്ച് അവിടുന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഓർക്കണം, അവിടുന്ന് പരിചയപ്പെടുത്തുന്നത് സ്വർഗത്തിൽ നിറങ്ങി ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം അവിടെ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഭൂമിയിലേക്ക് വന്നു. അതാണിവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അസ്തിത്വത്തിൽ തുല്യമായിരിക്കുമ്പോൾ തന്നെ, ഒന്നായിരിക്കുമ്പോൾ തന്നെ ആളത്വത്തിൽ മൂന്നായി നമ്മൾ കാണുന്നു. ഇതാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ഈ വെളിപ്പാട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തരുവാനിടയാകട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.